ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നോ? ബൈബിൾ പറയുന്ന സന്തോഷമുള്ളവരൊക്കെ പാട്ട് പാടട്ടെ എന്നാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഏതൊരു ഞായറാഴ്ച പാസ്റ്റർ ഡാമിൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇനി സങ്കടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ എന്ന്. ഇന്ന് അല്പ നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാനായി തുടങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത സകല ബുദ്ധിയും കവിയുന്ന ഒരു വലിയ സമാധാനവും സന്തോഷവും കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരാൻ പോകുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരുടെയും സങ്കടങ്ങൾ മാറി കർത്താവെ സന്തോഷത്തിലേക്ക് അവരെത്തിച്ചേരട്ടെ. പാട്ട് ഇവരുടെ നാവിന്മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് ഒരു വെൽവിഷറാണ്. എറണാകുളത്ത് നിന്ന് ഒരു കീ സ്പോൺസറാണ്. ഇന്ന് അവരുടെ ഭർത്താവിൻ്റെ ജന്മദിനം കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതോടൊപ്പം മറ്റൊരു കീ സ്പോൺസർ കൂടിയുണ്ട്. അടിമാലിയിൽ നിന്ന് ജോജി ആൻഡ് ജിക്കു ആണ്. താങ്ക് യു ജോജി ആൻഡ് ജിക്കു. ഇന്ന് മകൻ ജോഷുവയുടെ 16ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജോഷുവ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മകൻ ജോഷുവ ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി വളരുവാൻ സ്വർഗത്തിലെ കർത്താവെ കൃപ നൽകണമേ. ജോഷുവയ്ക്ക് രോഗസൗഖ്യം ലഭിക്കട്ടെ. കർത്താവെ, ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ജോഷുവയുടെ ജീവിതത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ 2026 ഓരോ ദിവസങ്ങളിൽ അത് നിവർത്തിയാകട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും രോഗസൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് പ്രത്യേകമായി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും കാത്തിരുന്ന, പഠിക്കുവാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പര അതിൻ്റെ 2ാമത്തെ ആഴ്ച വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രത്യേകിച്ചുള്ളൊരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് amazon.in, അതായത് ഇന്ത്യയിലെ ആമസോൺ ജസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഈ വേർഷൻ കിൻഡിൽ കോപ്പി, അതിൻ്റെ ഈ വേർഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾക്ക് ലഭ്യമാണ്. അത് ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും നിങ്ങൾക്കത് വാങ്ങാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് അതുകൂടെ എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം 7 മണി മുതലുള്ള ക്ലാസ്സിലേക്ക് ദയവായി പങ്കെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ക്രോസ് ഓവർ സർവീസ് നടക്കാൻ പോകുന്ന ഈ വർഷം ന്യൂ ഇയർ ബ്ലെസ്സിംഗ് സർവീസ് ഡിസംബർ 31 വൈകിട്ട് 7 മണി മുതൽ ഏതാണ്ട് 1 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ സർവീസിലേക്ക് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ക്ഷണിക്കാനുള്ള ഒരു കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. Welcome back. This can be your story. ഇത് നിങ്ങളുടെ കഥയാകാം. ഒരു ബൈബിളിലെ ക്യാരക്ടർ ജോസഫ് തൻ്റെ ജീവിതത്തിൽ നടന്ന വിവിധ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ സാധ്യതയുള്ള ചില എപ്പിസോഡുകൾ, ചില രംഗങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. എന്തിനത് ചിന്തിക്കുന്നു? തൻ്റെ ജീവിതത്തിൽ, യോസഫിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇതൊക്കെ ചെയ്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും ശക്തനാണ്. എബ്രായലേഖനം 13:8 വചനം പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തവനാകും. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ മാറ്റമില്ലാത്തവനാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഈ യോസഫ് മാത്രമല്ല, പല പല ബൈബിൾ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അവരുടെയൊക്കെ ലൈഫിലൂടെ നമ്മളിങ്ങനെ അതൊക്കെ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും ലെസൺസ് ഫോർ ലൈഫ് ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനുള്ള ചില ഗുണപാഠങ്ങൾ അത് കണ്ടാണ് നമ്മുടെ ജീവിതത്തെ ട്യൂൺ ചെയ്യേണ്ടത്. അതല്ലാതെ തോന്നുന്നത് പോലെ ജീവിച്ച് സ്വന്തം വഴികളിൽ നടന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞു, നെവർ ലിവ് എ ഗോഡ്ലെസ് ലൈഫ്. ദൈവമില്ലാത്തൊരു ജീവിതം ആരും ജീവിക്കരുത്. ജീവിച്ചു കഴിഞ്ഞാൽ സ്വന്തം വഴികളിൽ പോയാൽ ബൈബിൾ വ്യക്തമായി പറയുന്ന അതിൻ്റെ അവസാനം മരണവഴികളാകുന്നു. അതിൻ്റെ അവസാനം മരണമാണ്. പാപത്തിൻ്റെ സാലറി, ശമ്പളം, ദ വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത്. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എന്ന് വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സോ നമ്മൾ ഈ നാളുകളിൽ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഇന്നലെ നമ്മൾ
42 അധ്യായത്തിലെ ജെനസിസ് 42, ഉൽപ്പത്തി 42 36 വരെയാണ് നമ്മൾ കണ്ടത്. അതിനു മുമ്പുള്ള രംഗങ്ങൾ അറിയാം. ഇവർ 10 പേര് അവിടെ പോകുന്നു. എവിടെ മിസ്രയീമിൽ ചെന്ന് അവിടെ പട്ടിണി കിടന്ന് ചാകണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പൻ്റെ നിർബന്ധത്താൽ പോകുന്നു. നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കല്ലേ, പോ എന്ന് പറഞ്ഞ് ഉന്തി തള്ളി വിടുകയാണ്. അവിടെ ചെന്നു, അതെല്ലാം വാങ്ങി പോരാൻ വേണ്ടി. പക്ഷെ പെട്ടെന്ന് യോസഫ് ആളുകളെ തിരിച്ചറിഞ്ഞു. യോസഫ് തൻ്റെ ഭാവമെല്ലാം മാറ്റി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒറ്റുകാരാ, നിങ്ങളെ വെറുതെ വിടില്ല. അപ്പോഴാണ് കഥയൊക്കെ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഒറ്റുകാരല്ല, കനാൻ നാട്ടിലൊരു അപ്പൻ്റെ മക്കളാണ്, 12 പേരുണ്ട്, അതിൽ ഒരാളെ കാണാനില്ല, ഒരാൾ പോയി, പിന്നെ ഒരാൾ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സത്യം തെളിയിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടത്തുകയാണ്. അപ്പോൾ യോസഫ് പറഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ വിശ്വസിക്കണമെങ്കിൽ വീട്ടിലൊരാളുണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്, ആ ആളിവിടെ കൊണ്ടുവരണം. ഒരാൾ പോയിട്ട് അയാളെ കൊണ്ടുപോകും, ബാക്കി എല്ലാവരും ഇവിടെ കിടക്കുക. 3 ദിവസം വരെ പിടിച്ചിട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ ഒരാൾ ഇവിടെ കിടക്കുക, എന്നിട്ട് പോയിട്ട് നിങ്ങൾ പോയി ഇളയ അനുജനെയും കൊണ്ടുപോകാം, അന്ന് ഞാൻ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ആരും നിങ്ങൾ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞു വിടുമ്പോൾ എല്ലാവർക്കും വേണ്ടത്ര ധാന്യം, എന്നാൽ അവർ ഈ ധാന്യം മേടിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന പണം സീക്രട്ടായിട്ട് ഓരോ ചാക്കിലും വെച്ച് കൊടുത്തു. എന്നിട്ട് അവർക്ക് പോകുന്ന വഴി കഴിക്കാനുള്ള ഭക്ഷണം സകലവുമായി അവരെ വിട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, യോസഫിന് ഒരു പ്രതികാര ചിന്തയും ഇല്ല. അങ്ങനെ വിട്ടു വീട്ടിൽ ചെന്ന് പോകുന്ന വഴിക്ക് തന്നെ വഴിയമ്പലത്തിൽ വെച്ച് ഒരാൾ ചാക്ക് തുറന്നപ്പോൾ പൈസ അതിലിരിക്കുന്നു. അയ്യോ, ഞാൻ കൃത്യമായി എണ്ണി കൗണ്ടറിൽ പൈസ കൊടുത്തതാണ്, പക്ഷേ ഇതാ ചാക്കിനകത്ത് പണം. അവർ പേടിച്ചു പറിച്ച് വീട്ടിലെത്തി. എല്ലാവരും ചാക്കഴിച്ചപ്പോൾ എല്ലാത്തിലും പണം വയ്ക്കും. യോസഫിൻ്റെ അന്തസ്സും മാന്യതയും കണ്ടു. യോസഫിന് ദൈവം അനുഗ്രഹിച്ച ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ താൻ വളരെ ലിബറലായി 1 രൂപ പോലും തൻ്റെ സഹോദരങ്ങളെ, തന്നെ കൊന്നവരാണ് എന്ന് വെച്ചാൽ വിറ്റ് തൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവരാണെങ്കിൽ പോലും ഒരിക്കലും യോസഫ് അവരിൽ നിന്ന് കാശ് പോലും ഈടാക്കാതെ ധാരാളമായി ഗിഫ്റ്റ്സും എല്ലാം കൊടുത്താണ് അവരെ ഭക്ഷണമൊക്കെ കൊടുത്താൽ വിട്ടത്. ഇന്നലെ യാക്കോബ് ഇത് കണ്ട് ഞെട്ടി. എന്ന് മാത്രമല്ല, 1 2 3 4 5 6 7 8 9 1 is missing. Who is that? സിമിയോൻ. ശിവരെ കാണാനില്ല. പിന്നെ അവിടെ അദ്ദേഹം ഒറ്റ കരച്ചിലാണ് യാക്കോബ്. അവിടെ പറയുന്നത്, their father Jacob said to them, you have deprived me of my children. നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്ന, ഓരോ മക്കളായെന്ന് എനിക്ക് നഷ്ടപ്പെടുകയാണ്. ജോസഫ് ഇസ് നോ മോർ. യോസഫ് ജീവിച്ചിരിപ്പില്ല. യോസഫ് കൊല്ലപ്പെട്ടു. ഇവിടെ എനിക്കൊന്ന് ബ്രേക്ക് ചവിട്ടാനുണ്ട്. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു നുണയ്ക്ക് ഒരായുസിനെ നശിപ്പിക്കാൻ കഴിയും, ഒരു മനുഷ്യായുസിനെ നശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കള്ളം പറയരുത്, കള്ളസത്യം ചെയ്യരുത്, നുണ പറയരുത്. നുണ പറയുന്നത് ഭോഷ്കിൻ്റെ പിതാവായ പിശാചിൽ നിന്നാണ് സകല കള്ളങ്ങളും വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിശാച് തൻ്റെ ഫാക്ടറിയിൽ ദിവസവും പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? നുണ, സാധാരണ നുണ, പൊളി, കല്ല് വെച്ച നുണ, വൈറ്റ് ലൈസ്, ബ്ലാക്ക് ലൈസ്, റെഡ് ലൈസ്, ബ്ലൂ ലൈസ്, എല്ലാ ടൈപ്പിൽ നുണകൾ ഇങ്ങനെ ധാരാളമായി ഉൽപ്പാദിപ്പിച്ച് ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടോ? ഇന്നും അത് തിരുത്താതെ കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തണം. ദൈവഭൃത്യനായ ദൈവഭക്തനായി ജീവിച്ചൊരു യാക്കോബ് താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ ഓമനപുത്രൻ യോസഫ് മരിച്ചുപോയി എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് ദുഃഖിച്ച് ഒരു ഡിപ്രഷൻ മൂഡിൽ ജീവിക്കുകയാണ്. എത്ര വർഷങ്ങളായിപ്പോൾ?
24-25 വർഷമായി, 1/4 നൂറ്റാണ്ട് മോനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ രക്തം പുരണ്ട തൻ്റെ തുണി എടുത്ത് നോക്കും, യോസഫിൻ്റെ അങ്കി എടുത്ത് നോക്കും. ക്രൂരമൃഗങ്ങൾ എൻ്റെ മകനെ കൊണ്ടുപോയി. ഫോൾസ് പ്രൂഫ്, വ്യാജ തെളിവുകൾ നിരത്തി അപ്പനെ വിശ്വസിപ്പിച്ച് കള്ളവും നുണയും ആ കുടുംബാന്തരീക്ഷത്തിൽ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. അത് മുഖാന്തരം ഒരു വലിയ മനുഷ്യൻ്റെ, ദൈവ മനുഷ്യൻ്റെ ജീവിതം തകർക്കപ്പെട്ടിരിക്കുകയാണ്. ജോസഫ് ഇസ് നോ മോർ, സിമിയോൻ ഇസ് നോ മോർ. യോസഫും പോയി, സിമിയോനും പോയി. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്, ജോസഫ് ഇസ് നോ മോർ. ജോസഫ് ജീവിച്ചിരിപ്പില്ല, മരിച്ചു. സിമിയോൻ ഇസ് നോ മോർ, ശിമിയോൻ മരിച്ചു എന്ന് പറഞ്ഞ എന്താ എൻ്റെ അർത്ഥം? രണ്ടുപേരും മരിച്ചിട്ടുണ്ടോ? ഇല്ല. And now you want to take ബെഞ്ചമിൻ. ഇനി ബെഞ്ചമിനെയും കൂടി നിങ്ങൾ കൊണ്ടുപോകുമോ? എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എവറിത്തിങ് ഈസ് അഗെയിൻസ്റ്റ് മീ. എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. എല്ലാം എനിക്ക്, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് പോസ് ചെയ്യാനുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതിനെയാണ് എന്താ പറയുക, എവറിത്തിങ് ഈസ് അഗെയിൻസ്റ്റ് മീ ഈസ് എ നെഗറ്റീവ്, വെരി വെരി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസ്പെക്റ്റീവ് ടു ലൈഫ്. ചില ആളുകളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ കാഴ്ചപ്പാട് ജീവിതത്തോട് തന്നെ മൊത്തം എന്ന് വെച്ചാൽ ജീവിതത്തിലുണ്ടായ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവത്തെ ആധാരമാക്കി സകലവും ദൈവം അന്വേഷിച്ചു, സകലവും എനിക്കെതിരാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ ഗുണമുള്ളവനല്ല, ഞാൻ ഗുരുത്തം കെട്ടവനാണ്, ഇങ്ങനെ ചിന്തിച്ച് എവറിത്തിങ് ഈസ് ഗോൺ, എവറിത്തിങ് ഈസ് അഗെയിൻസ്റ്റ് മീ, എല്ലാം തകർന്നു. അങ്ങനെ പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? യാക്കോബിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ താൻ അങ്ങനെയുള്ളൊരു മനുഷ്യനായിപ്പോയി. എൻ്റെ എല്ലാം കാരണക്കാർ തൻ്റെ മക്കളാണ്. ഇന്നും നിങ്ങൾക്കങ്ങനെയുണ്ടോ? ദൈവവും പ്രാർത്ഥനയും കേൾക്കുന്നില്ല, ദൈവം എനിക്ക് ഒരു വിടുതൽ തരുന്നില്ല, എല്ലാം എനിക്ക്, സകലവും എനിക്ക് പ്രതികൂലം, എനിക്കെല്ലാം എതിരാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല, ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് വിലപിച്ച് ജീവിതം കഴിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ആളാണോ? ഇതിൻ്റെ ഒരു മറുമരുന്ന് തന്നോട്ടെ, ഇതിനെ ജയിക്കുവാനുള്ളൊരു ആൻറ്റിഡോട്ട് തരാം. റോമാലേഖനം 8:28 വളരെ വിശ്വവിഖ്യാതമായ ഒരു വചനമാണ്. ഇറ്റ്സ് വെരി വേൾഡ് ഫേമസ്. Romans 8:28. And we know that in all things God works for the good of those who love him, who have been called according to his purpose. Oh, what a verse. ആ വചനം എന്താ പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര ആശ്വാസകരമാണ്! ഇത് പൗലോസിന്റെ മനോഭാവമാണ്. യാക്കോബിന്റെ മനോഭാവം കണ്ടു, അയ്യോ സകലവും എനിക്ക് പ്രതികൂലം, എല്ലാം എനിക്കെതിരാണ്. എന്നാൽ പൗലോസിൻ്റെതോ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, സകലവും ദൈവം നന്മയ്ക്കായി കൂട്ടി വരുത്തുന്നു. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഒരു തരത്തിൽ പറഞ്ഞാൽ യാക്കോബ് ദൈവത്തെ സ്നേഹിച്ചവനാണ്. യോസഫിൻ്റെ ചരിത്രത്തിന് മുമ്പ് യാക്കോബിൻ്റെ ചരിത്രം കിടപ്പുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. താനും ഒത്തിരി കഷ്ടാനുഭവങ്ങളിൽ പോയ ആൾ, ഒത്തിരി കഷ്ടപ്പെട്ടവനാണ്. തൻ്റെ ഒരു ഗുണം ഏതവസ്ഥയിലും, തൻ്റെ പരാജയത്തിൻ്റെ അവസ്ഥയിലും, താൻ തെറ്റ് ചെയ്തപ്പോഴും തെറ്റ് ചെയ്യാത്തപ്പോഴും എപ്പോഴും ദൈവവുമായൊരു ബന്ധവും ഒരു ദൈവഭയവും, ദൈവത്തിന് യാഗപീഠം പണിയുകയും ദൈവത്തിന് വഴിപാട് കഴിക്കുകയും, എനിക്കെന്ത് ദൈവമേ നീ തന്നാലും 10-1 ഞാൻ നിനക്ക് തരും എന്ന് ദൈവവുമായി
ഒരു ഉടമ്പടി ചെയ്ത ഒരു മനുഷ്യൻ. അനേക പ്രാവശ്യം ദൈവം അവന് നേരിട്ടും സ്വപ്നത്തിലൊക്കെ പ്രത്യക്ഷനായി. എന്തിനു പറയുന്നു? യാബോക്ക് കടവിൽ വെച്ച് ദൈവവുമായി യുദ്ധം ചെയ്ത് ദൈവത്തെ തോൽപ്പിച്ച ആളാണ്. അത് പറയുമ്പോൾ എന്നെ തെറ്റത്തില്ല, ദൈവത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂ. പക്ഷേ ഇന്നെ എന്താ പറയുക, ഒരു സ്പെഷ്യൽ വേയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാനും നെഹമായ ചെറുതായിരിക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ കാര്യം പറയണ്ട, ചെറുതായിരുന്ന സമയത്ത് നെഹമായക്കൊരു 5 വയസ്സ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഗുസ്തി പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഈ 5 വയസ്സുള്ള ചെറുക്കനെ എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്നാൽ ഞാൻ അങ്ങ് തോറ്റ് വീണ് കിടന്നാൽ മോന് ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ചില അമ്മമാരൊക്കെ അങ്ങനെ കളിക്കില്ലേ, ഗുസ്തിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മളങ്ങ് തോറ്റു കൊടുത്തു കഴിയുമ്പോഴേക്കും കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി, ഞാൻ എൻ്റെ ഡാഡിയെ തോൽപ്പിച്ചു, മമ്മിയെ തോൽപ്പിച്ചു. ഇതുപോലൊരു സംഭവമാണ് യാക്കോബിൻ്റെ ആ യാബോക്ക് കടവിൽ വെച്ച് സംഭവിക്കുന്നത്. അല്ല, ദൈവത്തെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റും? അവൻ്റെ പ്രാർത്ഥനയിൽ, മുഴുരാത്രി പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പോൾ അന്ന് അവൻ്റെ പേര് ദൈവം മാറ്റി ഇസ്രായേൽ എന്നാക്കി. അവൻ്റെ ഈ കാലിൻ്റെ തുടയുടെ ഒരു ഞരമ്പ് തൊട്ടു. അപ്പോൾ അവൻ ഉളുക്കിയാണ് പിന്നെ മുതൽ നടക്കുന്നത്. അവർ എൻകൗണ്ടറിൽ തനിക്കൊരു ലിംപിങ് ഉണ്ടായി. പക്ഷെ അന്ന് മുതൽ അവൻ്റെ ലൈഫ് മാറിപ്പോയി, മൊത്തം ലൈഫ് മാറി. അപ്പോൾ ദൈവവുമായി എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളവനാണ്, ദൈവത്തെ നേരിട്ട് എന്ന പോലെ യുദ്ധം ചെയ്തവനാണ്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ പിടിച്ചു പറിച്ചെടുത്തവനാണ്. നിസ്സാര പുള്ളിയൊന്നുമല്ല യാക്കോബ്. പക്ഷേ ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ മക്കളുടെ കൊള്ളരുതായ്മ കൊണ്ട് തൻ്റെ ജീവിതം അങ്ങ്, തൻ്റെ കാഴ്ചപ്പാട് തന്നെ വേറെ രീതിയിലേക്കായിപ്പോയി. സകലവും എനിക്ക് പ്രതികൂലമാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പൗലോസ് പുതിയ നിയമത്തിൽ റോമാലേഖനം 8:28 അടുത്തൊരു കാഴ്ചപ്പാടുമായി വന്നു. എത്ര പ്രതികൂലമായി, സകലവും പ്രതികൂലമായി സംഭവിച്ചാലും, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന് തോന്നിയാലും, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉൾട്ട നേരെ ഓപ്പോസിറ്റ് നടക്കുന്നതായി തോന്നിയാലും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിൽ നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നു, സകലവും സകലവും നന്മയ്ക്കായി അവൻ കൂട്ടിവരുത്തുന്നു. സിസ്റ്റർ, ബ്രദർ, എൻ്റെ കണ്ണിലേക്ക് നോക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്താൽ വിളിക്കപ്പെട്ട കുഞ്ഞാണോ? എങ്കിൽ സകലവും അവൻ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കും. ഈ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന എവിടെയാണെന്ന് അറിയാം. 50-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സകലവും നന്മയ്ക്കായിട്ട് തന്നെ ദൈവം കൂട്ടിവരുത്തി എന്ന് വെച്ചാൽ, സ്വന്തം വീട്ടിൽ താൻ അനുഭവിച്ച ക്രൂരതകൾ, പീഡനങ്ങൾ, പരിഹാസങ്ങൾ, തന്നെ കൊല്ലുവാൻ വേണ്ടി അവർ പ്ലോട്ട് ചെയ്തത്, പൊട്ടക്കുഴിയിൽ കൊണ്ടുപോയി ഇട്ടത്, വിറ്റ് കളഞ്ഞത്, പൊത്തീഫറിൻ്റെ വീട്ടിൽ കിടന്നത്, അവിടെ വെച്ച് വ്യാജ കുറ്റാരോപണത്താൽ ജയിലിൽ പോയത്, ജയിലിൽ വെച്ച് നടന്ന സംഭവങ്ങൾ എല്ലാം കൂടി എടുത്താൽ 13 വർഷം ദൈവം തന്നെ ഉപേക്ഷിച്ചു. ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. എന്താഗ്രഹിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്, സ്വപ്നം കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്കുണ്ടായ ലൈഫിൻ്റെ, ഡ്രീമിൻ്റെ ഓപ്പോസിറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് നടുവിലും പശ്ചാത്തലത്തിൽ അദൃശ്യമായ മണ്ഡലത്തിൽ ദൈവം സകലം ഇങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കരുക്കൾ നീക്കി നല്ല ഒരു പര്യവസാനത്തിലേക്ക്, ഒരാൾക്കല്ല രാഷ്ട്രങ്ങൾക്ക്, പറയുന്നത് ശ്രദ്ധിക്കുക, ഒരാൾക്കല്ല, ഒരു കുടുംബത്തിനല്ല, ഒരു യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടുകാര്യമല്ല പറയുന്നത്, പട്ടിണി കിടക്കുന്ന, ക്ഷാമത്തിലായിരിക്കുന്ന മുഴുലോകത്തിനും അനുഗ്രഹമായി, രക്ഷയായി ആ ബാലനെ ദൈവം ഉയർത്തി. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയാകാം.
നിങ്ങളെയും ദൈവത്തിന് അങ്ങനെ മാറ്റാൻ കഴിയും. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളും, കോളേജിൽ വെച്ചൊക്കെ റാഗിങ്ങിൽ പെട്ടുപോയിട്ടുണ്ടോ? ചില സാർമാർ, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, ലെക്ചറേഴ്സ് മനഃപൂർവ്വമായി നിങ്ങൾക്ക് മാർക്ക് തരാതെ നിങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു, TC തന്നു വിട്ടു. ഹോസ്റ്റലിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു, വീട്ടിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു, രണ്ടാനമ്മയാൽ പീഡിപ്പിക്കപ്പെട്ടു, രണ്ടാനച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടു, അതിക്രൂരമായ അബ്യൂസിലൂടെ പോയി. ചെറുപ്രായത്തിൽ അപ്പൻ മരിച്ചുപോയി, ഫാദർ മരിച്ചുപോയി, മമ്മിയെ നഷ്ടപ്പെട്ടു. കോവിഡ് സീസണിൽ പ്രിയപ്പെട്ട പലരും ജീവിതത്തിൽ നിന്ന് എടുക്കപ്പെട്ടു. ഒത്തിരി പ്രാർത്ഥിച്ചു, ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, തൻ്റെ അരുമ മക്കൾക്ക് സകലവും, സകലവും മീൻസ് സകലവും, ശകലവുമല്ല സകലവും നന്മയ്ക്കായി കൂട്ടിവരുത്തുന്നു. പക്ഷെ നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാട് എന്താണ്? കാഴ്ചപ്പെടുക, യാക്കോബ് പറയുന്നത് എല്ലാം എനിക്ക് പ്രതികൂലം, പൗലോസ് പറയുന്നത് എല്ലാം എനിക്ക് അനുകൂലം. എന്ന് വെച്ചാൽ എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവില്ല, ചില വർഷങ്ങൾ കഴിയട്ടെ, കഥ മുന്നിലേക്ക് പോട്ടെ, ചില അധ്യായങ്ങൾ പിന്നിടട്ടെ. സകലവും നന്മയ്ക്കായി 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 കർത്താവ് കൊണ്ടുവരും. വാവ് വാവ് വാവ്. ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ, ആ ഒരു ലെസനാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം, ഇന്ന് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽപ്പെട്ടതെങ്കിൽ, നമ്മളെല്ലാവരും കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, അതിൻ പ്രകാരം അതിനെ ദൈവം നന്മയ്ക്കാക്കും. പക്ഷേ അകത്ത് നിന്ന് കൈപ്പെടുത്ത് കളയണം, പ്രതികാരബുദ്ധി എടുത്തു കളയണം, ക്ഷമിക്കാനുള്ളവരോട് അങ്ങ് ക്ഷമിച്ചേക്കണം. ഉപദ്രവിച്ചവർക്ക് ഉപകാരം ചെയ്യുക, എഴുതി വെക്കുക, ടൈപ്പ് ചെയ്തിടും, ഉപദ്രവിച്ചവർക്ക് ഉപകാരം ചെയ്യുക. ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് ഉപകാരം ചെയ്ത് കൊടുത്തേക്കാൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഭയങ്കരമായ ട്വിസ്റ്റ് ലൈഫിൽ കർത്താവ് കൊണ്ടുവരും, മാറ്റങ്ങളെ കർത്താവ് കൊണ്ടുവരും. ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു ദിവസം യോസഫ് പതിവ് പോലെ രാവിലെ കുണ്ടറയിൽ എഴുന്നേറ്റു. അപ്പുറത്തെ സെല്ലിൽ, അതിൻ്റെ അപ്പുറത്തെ കുഴിയിൽ, കുണ്ടറയിലൊക്കെ പലരും കിടക്കുന്നുണ്ട്. അന്ന് രാവിലെ ഒരുപക്ഷെ എഴുന്നേറ്റു. ഒരുപക്ഷെ മാസങ്ങളായി ഷേവ് ചെയ്തിട്ടില്ല, ജയിൽ പുള്ളിയുടെ വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പതിവ് പോലെ എഴുന്നേറ്റു, പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഇരുന്നെന്ന് വിചാരിക്കും. എൻ്റെ അനുമാനങ്ങളാണ്, എൻ്റെ സങ്കല്പം. രാവിലെ ദൈവസന്നിധിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ കാണിച്ച സ്വപ്നം, കർത്താവേ ചെറുപ്പകാലത്ത് നീ കാണിച്ച സ്വപ്നം, എത്രയോ വർഷങ്ങളാ നീ കാണിച്ച സ്വപ്നം, എൻ്റെ സഹോദരങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യും, എങ്കിലും ദൈവമേ അവർക്കൊരാപത്തും വരുത്തല്ലേ, അവരെ സംരക്ഷിക്കണേ, എൻ്റെ അപ്പനെ കാക്കണേ, എൻ്റെ ബെഞ്ചമിനെ കാക്കണേ. ഒരു ക്ഷണം പ്രാർത്ഥിച്ച് പതിവ് പോലെ കുണ്ടറിൽ കിടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ മേലധികാരിയും കൂടിയാണല്ലോ, നോട്ടം, സൂപ്പർവിഷനുണ്ട്, അതൊക്കെ നോക്കി ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കുളമ്പടികളുടെ ശബ്ദം കേൾക്കുന്നു. ആരോ കൊട്ടാരത്തിൽ നിന്ന് വന്നിരിക്കുന്ന, ഒരു പക്ഷേ തൂക്കിക്കൊല്ലാനാകുമോ, തീർന്നുമല്ല. അപ്പോഴാണ്, സ്വപ്നം വ്യാഖ്യാനിക്കുന്ന മനുഷ്യനാണോ നീ? ഇതാ ഫറവോൻ നിന്നെ വിളിക്കുന്നു. പിന്നെ പലരെ കൂടി തന്നെ വലിച്ച് കൊണ്ടുപോയി ഷേവ് ചെയ്യിപ്പിക്കുന്നു, ഡ്രസ്സ് മാറ്റുന്നു. കോമള രൂപനായി നല്ല ഹാൻസം ഗൈ ആയിട്ട് താൻ ഫറവോന്റെ മുമ്പിൽ ചെല്ലുന്നു. ടപ്പ് 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 രംഗങ്ങൾ മാറുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, ഒരു ദിശയിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്നാണ്. വളരെ പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. സോ ഓൾവേസ് ബി ഓപ്പൺ, ബി പ്രേയർഫുൾ. ഇനി ഒത്തിരി പേർക്ക് പറ്റുന്ന തെറ്റിതാണ്, അവരിതിലൂടെയൊക്കെ പോകും, പ്രാർത്ഥിക്കും, കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് വിചാരിക്കും, ദൈവം എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.
എന്ന് വിചാരിച്ചിട്ട് പതുക്കെ പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ പാരായണവും എല്ലാം അങ്ങ് നിർത്തി സാധാരണ ലോക മനുഷ്യരെ പോലെ ജീവിക്കും. ദൈവം അനുഗ്രഹിക്കാനുള്ള കാലയളവ് മെച്ചൂർഡായി വരുമ്പോഴേക്കും ആളില്ല. അങ്ങനെ സംഭവിക്കരുത്. ഞാൻ ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ദയവായി ഒത്തിരി പേർക്കൊന്നും ലിങ്ക് ആദ്യം ഒരു ചിലവില്ലല്ലോ, ജസ്റ്റ് ഒരു ക്ലിക്കിൽ ഫോർവേഡ് ചെയ്യാം. ഒത്തിരി പേർ അതിനെ അനുഗ്രഹിക്കപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് താഴെ ഒരു ലൈക്ക് കൊടുക്കുക. എനിക്കല്ല, ദൈവവചനത്തിന്, കർത്താവിന്. ഒത്തിരി പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കണേ. കർത്താവെ, തിരുനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ, മനസ്സുകൾ സൗഖ്യമാകട്ടെ, ഓർമ്മകൾ സൗഖ്യമാകട്ടെ, ശാരീരിക രോഗങ്ങൾ മാറട്ടെ. ഹെർണിയുള്ള ആരോഗ്യ കർത്താവ് സൗഖ്യമാക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഹെർണിയ സൗഖ്യമാകട്ടെ. ഏത് രീതിയിലുള്ള ഹെർണിയ ആയാലും ഒരു പൂർണ്ണ വിടുതൽ അവിടെ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ചില സിസ്റ്റുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വളരുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ക്യാൻസറസ് ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവിക വിടുതലുണ്ടാകട്ടെ. താങ്ക് യു മാസ്റ്റർ. ചിലരുടെ കാഴ്ച ശക്തിയെ കർത്താവ് തിരിച്ചു തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഏത് രോഗമായിരുന്നാലും ഏത് വിഷയമായിരുന്നാലും വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. നാളെ നമുക്ക് തുടരാം. മറക്കരുത്. ഗോഡ് ബ്ലസ് യു. ബൈ.